അജിൽ ഹായ്. നമ്മുടെ ഇന്ത്യയെ ഒരിക്കൽ കൂടി ചിലർക്ക് ഒന്ന് പിളർത്തണം അത്ര കുറച്ച് പേര് വന്നിട്ട് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതിരുന്നത് കേട്ടോ. ഇന്ത്യയെ ഒരിക്കൽ കൂടി പിളർത്തണം അത്ര. ശരി, അപ്പോൾ മോദി വലിയ ബുദ്ധിമുട്ടാണല്ലോ. എന്നാൽ ശരി, ഞങ്ങളെ ഞങ്ങളുടെ വഴി നോക്കിക്കൊള്ളാം. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ള ഒരു പറച്ചിലാണ് മുസ്ലിങ്ങൾ എന്നാ പിന്നെ പാകിസ്ഥാനിലേക്ക് പോയിക്കോ, ഹിന്ദുക്കള് എവിടാന്ന് വെച്ചാൽ പോയിക്കോ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടി ചാവാനായിരിക്കും. ക്രിസ്ത്യാനികൾ എന്നാ യൂറോപ്പിലേക്ക് പോയിക്കോ. പൊതുവെ ഇത്തരം ഒരു നിർദ്ദേശം നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. ഇനിയിപ്പോ ഇസ്ലാമിക കുപ്പായങ്ങൾ തയ്ച്ച് മുസ്ലിങ്ങൾ അഫ്ഗാനിലേക്കോ പാക്കിലേക്കോ പോകണമെന്ന ആക്രോശങ്ങൾ, ക്രൈസ്തവരെ യൂറോപ്പിലേക്ക് പോകണമെന്ന നിർദ്ദേശം, ഇങ്ങനെ ആശയങ്ങൾ നോക്കി, നിലപാടുകൾ നോക്കി, മതം നോക്കി ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രം തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വസ്ത്രം നോക്കിയും ലിംഗത്തിന്റെ തുമ്പു നോക്കിയുമല്ല രാജ്യം തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ രാജ്യം ബഹുസ്വരമായി നിലനിൽക്കുന്നതിന് വേണ്ടി മതാധിപത്യത്തിന്റെ സൂചനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ബഹുസ്വരതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണല്ലോ. പൗരത്വ ഭേദഗതി നിയമത്തോടെ മത അടിസ്ഥാനത്തിലുള്ള വിവേചനം എന്താണ് എന്ന് നമുക്ക് ഏതാണ്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരുപാട് സാധാരണക്കാരായ ആളുകൾ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത്. ഇത് അപകടകരമായ ഒരു നീക്കമാണിത്. മതരാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ചില ആളുകളുടെ അജണ്ടകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുവേണ്ടി പ്രയത്നിക്കാനും നമുക്ക് കഴിയണം. ഇപ്പൊ നമുക്കറിയാം, വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ വന്ന ദിവസം വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ ഈ രാജ്യത്തെ കോടതിക്ക് കീഴിലായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ, വഖഫ് വഴിയുള്ള ഭൂമി കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അത് ഈ രാജ്യത്തിന്റെ കൃത്യമായ റവന്യൂ നിയമങ്ങൾ പാലിച്ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ, വഖഫ് ബോർഡില് അതാത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും മുസ്ലിം പിന്നോക്ക വിഭാഗ പ്രതിനിധികളും ഉണ്ടാകണം എന്നതാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ആരായിരുന്നു അതിനെ നഖശിഖാന്തം എതിർത്തത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് മതരാഷ്ട്രം സ്വപ്നം കണ്ടു നടക്കുന്ന മുസ്ലിം ലീഗ് ഇതിനെ എതിർക്കുമല്ലോ, ജമാഅത്തുകാരെ എതിർക്കുമല്ലോ, SDPIക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഇതിനെ എതിർക്കുമല്ലോ. കാരണം അവർക്ക് മതനിയമത്തിന്റെ കീഴിൽ ഈ ലോകത്തെ കൊണ്ടുവരണം. അതിനെ ചെറുകിട നാടുകൾ പിടിച്ചടക്കി മതവൽക്കരിച്ചു തുടങ്ങിയതാ. 24 മണിക്കൂറും ഇവർ തന്നെയാണ് മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടിക്കാര്, അവർക്കെന്താണ് ഈ ശരീഅത്ത് നിയമം കൊണ്ട് നേട്ടമുള്ളത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുസ്തകത്തിൽ ലോകം മുഴുവനും ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള ആശയമുണ്ട്, കൽപ്പനയുണ്ട്. പക്ഷേ ഇന്ത്യയിലെ നിയമങ്ങൾക്ക് മേലെ, ഇന്ത്യൻ കോടതികൾക്കും മേലെയാണ് ഞങ്ങളുടെ ശരീഅത്ത് നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അംഗീകരിക്കുന്നത്? പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു ഇസ്ലാമിക വിശ്വാസി വന്നിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഭൂമിയൊക്കെ 100 വർഷം മുമ്പ് ഇവിടെ നിന്നും പലായനം ചെയ്തു പോയ ആൾക്കാരുടെ ഭൂമിയായിരുന്നു എന്ന് പറഞ്ഞ് ഇത് വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെട്ടാൽ ഈ നാട്ടിലെ കോടതികൾക്കും നിയമങ്ങൾക്കും ഒന്നും ഇടപെടാൻ കഴിയില്ല എന്ന ഒരു നിയമം വന്നാൽ എന്ത് ചെയ്യും? ഇപ്പൊ തമിഴ്നാട്ടിൽ നടന്നത് അതാണ്. എത്രയോ കൊല്ലങ്ങളായി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കൾ, നാമമാത്രമായി പോലും ഒരു മുസ്ലിം ഇല്ലാത്ത ഒരു നാട്, ഒരൊറ്റ മുസ്ലിം പള്ളി പോലും ഇല്ലാത്ത ഒരു നാട്, ആ ഭൂമി മുഴുവനും വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടത് ആ വഖഫ് ബോർഡ് വരുന്നു. ഇത്തരം ഭീകരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും ഉണ്ടാകും.
നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടിക്കാർ ഈ വിഷയത്തിൽ വഖഫ് ബോർഡിൻ്റെ കൂടെയാണോ നിൽക്കുന്നത്, അതോ സാധാരണ ജനതയ്ക്കൊപ്പമാണോ നിൽക്കുന്നത്? സത്യസന്ധമായി കാര്യങ്ങളെ വെളിപ്പെടുത്താൻ എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാതെ പോകുന്നത്? അവർക്ക് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ അംഗീകരിക്കാൻ സാധിക്കാതെ പോകുന്നത്? ഷാന്റെ വിഷമം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണോ അതോ വ്യൂവേഴ്സ് ഇല്ലാത്തതാണോ? ആവശ്യമുള്ളവർ വന്നാൽ മതിയെന്നേ, ഒരു നിർബന്ധവും ഇല്ലല്ലോ. ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ? ഒരു പ്രസംഗം ഒന്ന് കേട്ടോ. അതായത് ഇന്ത്യ മുസ്ലിങ്ങളുടേതാണ്. ഞങ്ങളുടെ ജീവിത രീതി, പാരമ്പര്യങ്ങൾ നിങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യ വിടണമെന്നൊരു പുരോഹിതൻ പ്രസംഗിക്കുവാണ്. कोई समझौता नहीं होगा उसको। हमारा मजहब अलग है जरूर, हमारा लिबास अलग है, हमारी तहजीब भी अलग है, हमारे खाने पीने का तरीका भी अलग है। और तुमको अगर बर्दाश्त नहीं है हमारा मजहब तो तुम कहीं और चलो। ഞങ്ങൾക്ക് ഈ രാജ്യത്തെ മതരാജ്യമാക്കി മാറ്റണം. ഞങ്ങളുടെ ഇസ്ലാം ആവശ്യപ്പെടുന്നത് പോലെ, ഖുർആൻ കൽപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്കിത് മതവൽക്കരിക്കേണ്ടതുണ്ട്. അതിനൊപ്പിച്ച് നിങ്ങൾക്ക് ഞങ്ങളോട് സഹകരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യം ഉപേക്ഷിച്ചു പോയിക്കോളാൻ. ഇസ്ലാം മതവിശ്വാസികൾ ഭാരതം കൈയടക്കുന്ന ദിവസം അതിവിദൂരമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇത്തരം ആശയക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. മഹമ്മൂദ് മദനി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാഷണമാണ് ഇന്ത്യ മുസ്ലിങ്ങളുടേതാണ്, ഞങ്ങളുടെ മതം, ഞങ്ങളുടെ ജീവിത രീതി, ഞങ്ങളുടെ പാരമ്പര്യങ്ങൾ നിങ്ങളെ പോലെയല്ല, തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ഹിന്ദുക്കളെ ഇന്ത്യ വിടൂ. 95% മുസ്ലിങ്ങളുള്ള 95% മുസ്ലിങ്ങളുള്ള രാജ്യത്ത് നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം വോട്ടുകളും ആർക്ക് എതിരെയായിരുന്നു? രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് എതിരെയായിരുന്നു. ഹിന്ദുക്കളുടെ വോട്ടുകളോ ഡിവൈഡ് ചെയ്തു പോയി. മതനിരപേക്ഷരാണ് ഞങ്ങളെന്ന് മുഴത്തിന് 300 വട്ടം കൊണ്ടു നടക്കുന്ന ഹിന്ദുക്കൾ മുഹമ്മദ് മദനിയെ പോലെയുള്ള ഈ വിഷങ്ങളുടെ ദുരുദ്ദേശം എന്താണ് ഈ രാജ്യത്ത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഈ ഭാരതത്തെ ഒരിക്കൽ കൂടി വെട്ടിമുറിക്കാനും ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റാനും അമുസ്ലിങ്ങളെ മുഴുവനും, അതായത് കാഫിറുകളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി ഈ മുഹമ്മദ് മദനിയെ പോലെ ലക്ഷക്കണക്കിന് തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിയാൻ കഴിയാത്തത് കപട മതേതരന്മാർക്ക് മാത്രമാണ്. എന്ത് വില കൊടുത്തും ഇൻഷാ അല്ലാ ഇൻകിലാബ് ഇവരെ കോൺഗ്രസിനെ ഭരണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കാരണം എന്താ? എന്നാൽ മാത്രമേ ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇവിടെ വർക്കൗട്ട് ആകൂ. നിരവധി ക്ഷേത്രങ്ങൾ തകർത്ത, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പുറത്താക്കി ആ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളായ മുഴുവൻ ഹിന്ദുക്കളെയും കൊന്നൊടുക്കി നിരവധി അന്യമതസ്ഥരെ കൊന്നൊടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് വിളിച്ചു പറഞ്ഞ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ 1947 മുതൽ ബംഗ്ലാദേശ് മുസ്ലിം രാഷ്ട്രമാണ്. ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ഒരു തക്ബീർ മുഴക്കൽ, ഇസ്ലാം മതവൽക്കരണം ആ രാജ്യത്ത് നടക്കുന്നു.
അതെ, 4000 കിലോമീറ്ററുകൾക്കപ്പുറം ഹമാസ് ഭീകരൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നാട്ടിൽ പ്രതിഷേധിക്കുന്ന ആരെങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചോ? ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്ന് നിഷ്പക്ഷതയുടെ മുഖമൂടിയുമിട്ട് ഈ നാട്ടിലെ സെക്യുലർ പാർട്ടിക്കാരെ ഒക്കെ കൂട്ടുപിടിച്ച് മതേതരത്വവും മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഒക്കെ പഠിപ്പിക്കുന്ന സി ദാവൂദ് ആരാണ്? ഇന്ത്യയില് മൗദൂദിയുടെ മതരാഷ്ട്രം, അതായത് ഹുക്കൂമത്തെ ഇലാഹി, അള്ളാഹുവിന്റെ രാഷ്ട്രം വരണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി അതിന്റെ ആശയ പ്രചാരകനാണ് എന്ന് തുറന്നു പറയാൻ നമ്മുടെ നാട്ടിലെ ഏതു മാധ്യമത്തിന് സാധിക്കും? മുക്കാൽ വണ്ണാണെങ്കിലും മീഡിയയാണെങ്കിലും ശരി, ഈ പത്രങ്ങളൊക്കെ എന്താശയമാണ് ഈ കേരളക്കരയിൽ സ്പ്രെഡാക്കുന്നത്? അതിന്റെ തലപ്പത്തുള്ള ആളുകൾ പറയുന്നത് എന്ത്? ഈ രാജ്യത്തെ മതരാജ്യമാക്കി മാറ്റണം. നിഷ്പക്ഷ മീഡിയകളെന്നല്ല, മൗദൂദിയൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ആശയ പ്രചാരണത്തിനുള്ള ഒരു മീഡിയ മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്ന മീഡിയകൾ. ഇതാര് തുറന്നു പറയുമെന്നതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോ ബംഗ്ലാദേശിന്റെ മതേതരത്വം തകർത്തുകൊണ്ടിരിക്കുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് നമ്മുടെ നാട്ടില് കപട മതേതരത്വം പഠിപ്പിക്കുന്നത്. ഇവരുടെ ഈ ലക്ഷണമൊത്ത വർഗീയതയും മതരാഷ്ട്രവും പറയാനും സ്ഥാപിക്കാനും അവരുടെ മത ആശയങ്ങളും തീവ്രവാദവും പ്രചരിപ്പിക്കാനുമുള്ള വെറുമൊരു മീഡിയ മാത്രമാണ് അവർക്കിതൊക്കെ. ജനാധിപത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടിക്കാരെ ഒരിക്കലും മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അവര് വേണമെങ്കിൽ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തിന് വേണ്ടി സംസാരിക്കും. മുത്തലാഖ് എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധതകൾക്ക് വേണ്ടി അവർ സംസാരിക്കും. മുത്തലാഖ് ഇവിടെ നിലനിൽക്കണമെന്ന് പറഞ്ഞ് മുറിയന്മാരുടെ കൂടെ നിന്നവർ സംസാരിക്കും. ഇന്ത്യ വിഭജനം ഒന്ന് ഓർക്കുന്നത് നല്ലതാ. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തുണ്ടായ സംഘർഷത്തിന്റെ ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകൾ, അന്നത്തെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, മരണഭീതികൾ അനുസ്മരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാ? 2021 മുതൽ മാത്രമാണ് അങ്ങനെ ഒരു ദിനാചരണം തന്നെ ആരംഭിച്ചത്. സാമൂഹിക വിഭജനമോ സൗഹാർദ്ദമില്ലായ്മയോ ഒക്കെ നമുക്ക് മനസ്സിലാകും. അതിന്റെ പൊരുത്തക്കേടുകൾ നമുക്ക് മനസ്സിലാകും. അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനെയും ഓർമ്മിപ്പിക്കേണ്ടത് അത്തരം ഒരു ദിനാചരണം സംഘടിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുകയാണ്. രാജ്യവിഭജന സമയത്ത് പ്രയാസങ്ങൾക്ക്, ഭീകരതകൾക്ക്, പീഡനങ്ങൾക്ക് ഇരയായ ആളുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് കണ്ടില്ലേ? അതൊരു പ്രചോദനമാണ്. വിഭജനം നിരവധി ആളുകൾക്കുണ്ടാക്കിയ ഗുരുതരമായ ആഘാതം, ദുരിതം എക്സിൽ ഒരു പോസ്റ്റിലൂടെ നരേന്ദ്രമോദി പങ്കുവച്ചു, അനുസ്മരിച്ചു. ഈ രാജ്യത്തിന്റെ ഐക്യം, സാഹോദര്യം, പരസ്പരം മതേതര ബന്ധങ്ങൾ സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ, പരസ്പരമുള്ള ബന്ധങ്ങൾ കൂട്ടി ഇണക്കപ്പെടാൻ അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെന്ന മനുഷ്യൻ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. നിർമ്മല കോളേജിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? നമ്മുടെ നാടിന്റെ മതേതരത്വം ഇങ്ങനെയാണ്. കുട്ടികള് നിർമ്മല കോളേജിന്റെ പ്രിൻസിപ്പളിന് ഒരു കത്ത് കൊടുത്തു. എന്താണ് ആ കത്തിൽ പറയുന്നത്? ആ കത്തിന്റെ ഒരു ശൈലി, ആ അപേക്ഷയുടെ ഒരു ഭീഷണി സ്വരം നമ്മൾ കാണാതെ പോകരുത്.
നമ്മളൊക്കെ സാധാരണ പ്രിൻസിപ്പളിന് ഒരു കത്തെഴുതുമ്പോൾ അതിന്റെ അവസാനം കൊടുക്കുന്നത് വിനീതമായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെയാണ്. വളരെ ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ തുടക്കത്തിൽ റെസ്പെക്റ്റഡ് സർ എന്നെഴുതി ഒരു സംബോധനയോടുകൂടി തുടങ്ങും, മറ്റൊരു സംബോധനയോടുകൂടി അവസാനിക്കും. പക്ഷേ ഈ കത്തിന്റെ ശൈലി, ഈ അപേക്ഷയുടെ ശൈലി ഒരു ഭീഷണിയായിരുന്നു. അതെ, ഞങ്ങൾക്ക് പിൻഭാഗം പൊക്കാൻ ഒരിടം കിട്ടുമോ ഇല്ലേ, ഇന്ന ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് മറുപടി തന്നിരിക്കണമെന്ന് ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ പ്രിൻസിപ്പളിനോട് ആവശ്യപ്പെടുക. 3 കൊല്ലമായി ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു. ആരുടെ അനുവാദത്തോടു കൂടിയാണ് അവർ നമസ്കരിച്ചത് എന്നത് ഫസ്റ്റ്. മറ്റൊരാളുടെ അനുവാദമില്ലാതെ അവരുടെ സ്ഥാപനത്തിൽ കുറെ കാലം ചെയ്യുന്ന ഒരു പ്രവൃത്തി പിന്നീട് അവകാശമാക്കി മാറ്റി. അമുസ്ലിം മാനേജ്മെന്റുകൾ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലത്. ഇവരാരെങ്കിലും മുസ്ലിം പള്ളിയിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുക്കാൻ, ഒരു മഹല്ല് കമ്മിറ്റിയെ പ്രതിഷേധിക്കാൻ, പള്ളി സെക്രട്ടറിയെ ഇവരൊന്ന് തടഞ്ഞു വെക്കാൻ എത്ര പെൺകുട്ടികൾക്ക് ധൈര്യമുണ്ടാകും? അതോ നമസ്കരിക്കാൻ വേണ്ടി കെട്ടി ഉയർത്തപ്പെട്ട ആലയങ്ങൾ ഇപ്പൊ കണ്ടില്ലേ, മലബാർ കേന്ദ്രീകരിച്ച് ഞങ്ങൾക്കൊരു സംസ്ഥാനം വേണമെന്ന് സമസ്ത. പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് കുട്ടികൾ. കേരളം ഒരു ഭ്രാന്താലയമാക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇവരെ ആര് പ്രതിരോധിക്കുമെന്നത് ഇവിടുത്തെ വിഷയമാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലഘട്ടമല്ല ഇത്. അതേപോലെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതുപോലെ ഒരു സാഹചര്യം വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹൈസ്കൂളിൽ നമസ്കരിക്കാൻ ഒരു സ്ഥലം, നിർമ്മല കോളേജിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ നിശബ്ദരായിരുന്ന ആളുകൾ ഇനിയും ആയിരിക്കുമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്ക് മലദ്വാരത്തിലൂടെ സ്വർണം കടത്തി ഹലാലാക്കാൻ ഒരു സംസ്ഥാനം വേണം, അവരുടെ ആവശ്യമാ ഇന്ന് ക്രിസ്ത്യാനികൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാള വിഭാഗം പ്രൊഫസർ ജോസഫ് മാഷ് അദ്ദേഹത്തിന്റെ ബികോം വിദ്യാർത്ഥികൾക്കുള്ള മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ PT കുഞ്ഞുമുഹമ്മദിന്റെ ഒരു നാടകത്തെ അവലംബമാക്കി ആ നാടകത്തിലെ ഒരു ഡയലോഗ് പഞ്ചുവേഷന്മാർക്ക് ഇടുക എന്ന നിലയിലേക്ക് കുട്ടികൾക്ക് നൽകുന്നു. അതിൽ പടച്ചവനും മുഹമ്മദും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. മുഹമ്മദ് എന്നൊരു പേര് അവിടെ ഉണ്ടായിരുന്നില്ല നാടകത്തിൽ. അപ്പോൾ ഈ ആളിന്, കഥാപാത്രത്തിന് അദ്ദേഹം തന്നെ ഒരു പേര് കൊടുക്കുന്നു. ആ പേര് ഈ കഥയെഴുത്തുകാരൻ കൂടിയായ PT കുഞ്ഞുമുഹമ്മദിന്റെ പേരായിക്കൊള്ളട്ടെ എന്ന നിലയിൽ മുഹമ്മദ് എന്ന ഒരു പേര് ഉപയോഗിക്കുന്നു. ആ പേര് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്ന ഈ ഡയലോഗ്, അതിൽ മുഹമ്മദിന്റെ പേര് വന്നിരിക്കുന്നു എന്ന് ഒരു പെൺകുട്ടി കണ്ടെത്തുന്നു. അത് അവരുടെ അടുത്തടുത്ത ജിഹാദി സമൂഹത്തോട് വിളിച്ചു പറയുന്നു. ഈ അധ്യാപകന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ കൈ അതിദാരുണമായി മുറിച്ചു വീഴ്ത്തി കാലിനെ വെട്ടിപ്പരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതിന് ആഴ്ചകൾക്ക് മുമ്പ് ചുങ്കപ്പാറയിലെ, പത്തനംതിട്ട ജില്ലയിലാണ് ചുങ്കപ്പാറ, അവിടെ പരേതനായ സാം കോയമ്പത്തൂർ എന്ന ഒരു മനുഷ്യൻ വാലും തലയും ഒന്നുമില്ലാതെ, കാര്യമായ ഒരു ഉള്ളടക്കമോ വിമർശനമോ ഇല്ലാതെ ചിൻവാദ് പാലം എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിന്റെ സംക്ഷിപ്തം ഇത്രയേ ഉള്ളൂ: ഖുറാനിലെ അന്ത്യനായ വിധിയോട് ബന്ധപ്പെട്ടുള്ള സിറാത്ത് പാലം അത് ഈ ചിൻവാദ് പാലം എന്നുള്ള ഒരു പേർഷ്യൻ ആശയത്തിന്റെ കോപ്പിയടിയാണ് എന്ന നിലയിലെ വിമർശനമാണ്. ആ പ്രശ്നവും മാഷിന്റെ കൈവെട്ടൽ ഏതാണ്ട് അടുത്തടുത്ത കാലത്ത് സംഭവിച്ചു. അബ്ദുൽ നാസർ മദനിയെ പോലുള്ള ആളുകൾ അതിനെ അപലപിച്ചുകൊണ്ട് എംബോക്കി പ്രൊഫസർ എന്ന് വിഷയം ഈ ജോസഫ് മാഷിനെ അഭിസംബോധന ചെയ്യുകയും സാം കോയമ്പത്തൂർ എഴുതിയ ആ പുസ്തകത്തെക്കുറിച്ച് അത് ചുങ്കപ്പാറയിലെ ഈ പുസ്തകം വിറ്റ് അരി വാങ്ങി കഴിക്കേണ്ട അവസ്ഥയിലുള്ള പാസ്റ്റർമാരാണെങ്കിലും ശരി, അവരോടൊന്നും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല എന്ന്, അങ്ങനെ ഒരു തെളിവായി മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദിനെ ഏതോ രൂപത്തിൽ വിമർശിച്ച ഒരു മനുഷ്യനെ അയാളുടെ മകൻ തന്നെ തല വെട്ടിത്തെറിപ്പിച്ചെന്നും ഇങ്ങനെയുള്ള താക്കീത് രൂപേണയുള്ള ചില പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതിനുശേഷം ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് ഏതാണ്ടൊക്കെ അറുതി വരുമെന്ന് ഈ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിച്ചു. ജോസഫ് മാഷിന്റെ കൈവെട്ടിയതോടെ ഇസ്ലാമിനെ ആരും വിമർശിക്കില്ല എന്ന് ധരിച്ച ആളുകൾക്ക് തെറ്റിപ്പോയി. കാരണം അവർക്ക് മനസ്സിലായി അവർക്കാണ് തെറ്റുപറ്റിയത്.
ഇനിയും ഒരാളും ഇസ്ലാമിനെ വിമർശിക്കാനോ ഇസ്ലാമിനെതിരെ സംസാരിക്കാനോ തയ്യാറാകരുത് എന്ന് പേടിപ്പിക്കാൻ, ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവർ തയ്യാറായപ്പോൾ അതുമാത്രം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. മതത്തിന്റെ പേരിൽ വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കി മതേതര ഇന്ത്യയെ കീറിമുറിക്കാൻ ശ്രമിക്കുന്ന, വർഗീയതയുടെ വിഷം ചീറ്റുന്ന മതതീവ്രവാദികൾക്കെതിരെ രാജ്യത്തെ യുവജനങ്ങൾ ഒന്നിക്കേണ്ടത്, അവര് ബോധവാന്മാരാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. നമ്മളിലില്ല ഹൈന്ദവ രക്തം, നമ്മളിലില്ല ക്രൈസ്തവ രക്തം, നമ്മളിലില്ല മുസ്ലിം രക്തം, നമ്മളിലുള്ളത് മാനവ രക്തം പാടി പഠിച്ചാൽ പോരാ. ഇവിടെ പള്ളിയല്ല വേണ്ടത്, പള്ളിക്കൂടമായിരം എന്ന് പറഞ്ഞവരാണ് നമസ്കരിക്കാൻ ഒരു പിൻഭാഗം പൊക്കാൻ ഒരു ഇടം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ചത് മറക്കരുത്. തീവ്രവാദം വിസ്മയമല്ല, ഇത് ഇവരെ വരിഞ്ഞു മുറുക്കുന്ന ഭീകരതയാണ്. ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല. ഇതൊക്കെ മുദ്രാവാക്യങ്ങളിൽ മാത്രം ഉയർന്നു നിന്നാൽ പോരാ. ഇവിടെ ഷൊർണൂര് മണ്ഡലം കമ്മിറ്റിയുടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ജില്ലാ പ്രസിഡന്റാണ് TH ഫിറോസ് ബാബു. അദ്ദേഹം പതാക കൈമാറുന്നതിനെ തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് നയിക്കുന്ന 3 വർണ്ണത്തിലുള്ള സമരഭടന്മാർ അണിനിരക്കുന്ന ഒരു ഇന്ത്യ യുണൈറ്റഡ് പദയാത്ര നവംബർ 14-ാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് ആളുകൾ അണിചേർന്നു. നമുക്ക് നമ്മുടെ ഈ രാജ്യത്തിന്റെ ബഹുസ്വരത തകരാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്. ആ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സാഹചര്യത്തിൽ പലതിൻ്റെയും പേരിൽ ഭിന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത ഒരിക്കലും നിറവേറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ ഒരു നിമിഷം വിചാരിച്ചാൽ ഈ ഇന്ത്യ ഗാസയാകുമെന്ന് പറഞ്ഞ നേതാവിനെ നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ ഒരുതരം ഭീഷണിയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ പിളർക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പാകിസ്ഥാൻ അവിടെ ഇരുന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പാകിസ്ഥാൻ പ്രേമികൾ, അതെ, നിങ്ങൾ അവിടെ നിന്ന് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രവർത്തിച്ചോളാമെന്ന് കാണിച്ചു തരുക. മനസ്സിലായോ? നമ്മുടെ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഒരിക്കൽ വെട്ടിമുറിച്ചത് പോരാത്തത് കൊണ്ട് വീണ്ടും വെട്ടിമുറിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. അർബൻ നക്സലുകൾ കേരളത്തിൽ പിടിമുറുക്കി. കൊച്ചിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കട്ടിംഗ് സൗത്ത് പരിപാടി ഇന്ത്യക്കെതിരായ നീക്കം. കൃത്യമായ വിവരങ്ങൾ കർമ്മ ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത ഗ്ലോബൽ മീഡിയ ഫെസ്റ്റിവലാണ് കട്ടിംഗ് സൗത്ത്. ഈ കട്ടിംഗ് സൗത്തിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ചിത്രമാണ് ഇത്. ഇതിനകത്ത് ഇത് രജിസ്റ്റർ ചെയ്യുവാൻ ഇവരുടെ പോർട്ടൽ തുറക്കുമ്പോൾ കാണുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ കട്ട് ചെയ്ത് വേർതിരിച്ച ചിത്രമാണ്. ഇതിനകത്ത് നോർത്ത് ഇന്ത്യയെ കറുത്ത ഒരു പെയിന്റ് കൊടുത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചിത്രമാണിത്. ഇന്ത്യൻ ഭൂപടമാണ്, ഇന്ത്യയുടെ ശരീരമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് വെള്ള നിറത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങൾ ചേർത്ത് ഒരു പ്രത്യേക ഭൂവിഭാഗം ആണ് ഇവർ വിഭാവനം ചെയ്യുന്നത്, കട്ടിംഗ് സൗത്ത്. ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ സംസ്ഥാനങ്ങൾ അത് വെള്ള കളറിൽ ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് ഭാഗങ്ങൾ, ഇന്ത്യയുടെ നോർത്തേൺ ഭാഗങ്ങൾ കറുത്ത പെയിന്റിലാണ് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ മേലെ കട്ടിംഗ് സൗത്ത് എന്നുള്ള ലേബൽ ഇവർ ആലേഖനം ചെയ്തിരിക്കുകയാണ്. കേരള സർക്കാരിന്റെ അനുമതിയോടെ കൊച്ചിയിൽ നടത്തുന്ന പരിപാടിയുടെ വിശദാംശങ്ങളാണിത്. കൊച്ചിയിൽ നടത്തുന്ന ഫെസ്റ്റിവലാണ്. ഇന്ത്യ ഇത്തരത്തിൽ കട്ടിംഗ് സൗത്ത്, തെക്ക് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് വടക്ക് ഭാഗത്തിൽ നിന്ന് വേർപെടുത്തുന്ന ഈ ആശയം പ്രചരിപ്പിക്കുന്ന ഈ ഫെസ്റ്റിവൽ കേരള മീഡിയ അക്കാദമി, കേരള സർക്കാരിന്റെ ഫണ്ടോട് കൂടിയിട്ട് ഇത്തരം വൃത്തികെട്ട പരിപാടികൾ ചെയ്യുമ്പോൾ ഏതൊരു ഭാരതീയനും സ്വാഭാവികമായിട്ടും രോഷം കൊള്ളും. ഇന്ത്യയെ രണ്ടാക്കി വിഭജിക്കുന്ന കട്ടിംഗ് സൗത്ത്, അതിന്റെ അർത്ഥം തന്നെ സൗത്തിനെ കട്ട് ചെയ്യുക. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പത്രപ്രവർത്തകർ ചേർന്ന് നടത്തുന്ന ആഗോള
സമ്മേളനമാണ്, ഫെസ്റ്റിവലാണിത്. ഇത് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ്. ഇതേ സമയത്ത് വേദിയിൽ സന്നിഹിതനായിരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. BJPയുടെ ഒരു നേതാക്കളും വേദിയിൽ എത്തിയിട്ടില്ല. BJP നേതാവും ഗവർണറുമായിട്ടുള്ള ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയെ ക്ഷണിച്ചുവെങ്കിലും അദ്ദേഹം ക്ഷണം നിരസിച്ചു. അദ്ദേഹം ഈ പരിപാടിക്ക് പോകാം എന്ന് സമ്മതിച്ചിട്ടില്ല. ഔദ്യോഗികമായി തന്നെ ഇതിനെ തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പത്രക്കുറിപ്പും ഫേസ്ബുക്കിൽ പോസ്റ്റും അദ്ദേഹം ഇറക്കുകയുണ്ടായി. ഭീകരമായ സംഭവങ്ങളാണ് നടക്കുന്നത്. കൊച്ചിയിൽ നടന്ന കട്ടിംഗ് സൗത്ത്, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തെ വെട്ടിമുറിച്ച് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുക, അതായത് ഹിന്ദി മേഖലയെ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇവർ ഈ അജണ്ട എല്ലാ കാലങ്ങളിലുമായി നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനെ ശത്രുവാക്കി തന്നെ തുടർന്നാൽ ഇന്ത്യ വിവരമറിയും. ഇന്ത്യ അറിയാൻ പോകുന്ന വിവരം കൂടി പറയാം. ഗാസയ്ക്കും പലസ്തീനും സംഭവിച്ച ദുർഗതി, അതായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക. നാഷണൽ കോൺഫറൻസ് MP ഫാറൂഖ് അബ്ദുള്ളയുടെ വാക്കുകളാണ് ഇത്. പാകിസ്ഥാനെ മനസ്സിലാക്കാനുള്ള അവസരം ഇന്ത്യ പാഴാക്കുകയാണ്. അങ്ങനെ പാഴാക്കിയാൽ അനുഭവിക്കേണ്ടി വരിക വലിയ ഭവിഷ്യത്തുകൾ. പാകിസ്ഥാനുമായി ചർച്ചയിലൂടെ പരിഹാരം കണ്ടില്ല എങ്കിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന ഗാസയുടെ അതേ അവസ്ഥയായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക എന്ന് നാഷണൽ കോൺഫറൻസ് MP ഫാറൂഖ് അബ്ദുള്ള പറയുന്നു. പാകിസ്ഥാനുമായി ശത്രുത പുലർത്തിയാൽ ഇസ്രായേൽ സേനയുടെ ബോംബാക്രമണത്തിന് ഇരയാകുന്ന ഗാസയ്ക്കും പലസ്തീനും സംഭവിച്ച അതേ ഗതി ഇന്ത്യക്കും നേരിടേണ്ടി വരും എന്നാണ് മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി കൂടിയായ ഫാറൂഖ് അബ്ദുള്ള അഭിപ്രായപ്പെട്ടത്. അയൽക്കാരുമായി സൗഹൃദം പുലർത്തിയാൽ രണ്ടുപേരും പുരോഗമിക്കുമെന്നും ഫാറൂഖ് അബ്ദുള്ള പറയുന്നു. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ മാറ്റാം, എന്നാൽ അയൽക്കാരെ മാറ്റാൻ സാധിക്കില്ല. നാളെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ശരിക്കും ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. കുറിച്ച് ജമാഅത്ത് ഇസ്ലാമി അംഗങ്ങൾക്കും ബാങ്ക് ജോലി സ്വീകരിക്കാം, കാർക്കുനകൾക്കും ബാങ്ക് ജോലി സ്വീകരിക്കുന്ന ഇതില്ല. അത് രണ്ട് കാരണം. ബാങ്ക് ആധുനിക ബാങ്കിങ് സിസ്റ്റത്തെ അടിമുടി അത് പലിശ മാത്രമല്ല, ഒട്ടേറെ ട്രാൻസാക്ഷൻ്റെ ഇടപാടുകൾ നടക്കുന്ന ബാങ്കിങ്ങിലൂടെ. അത് ബാങ്ക് എന്ന ഒരു കാര്യത്തെ ഇപ്പോൾ നിഷിദ്ധമാക്കാനല്ല, നിരുത്സാഹപ്പെടുത്താറുണ്ട്. നിരുത്സാഹപ്പെടുത്തുക ഒരിക്കലും അത് നിരോധിച്ചില്ല, വിലക്കിയിട്ടില്ല, നിരുത്സാഹപ്പെടുത്താറുണ്ട്. അതിന് കാരണം പലിശ എഴുതേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷെ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടില്ല. ബാങ്കിലെ ജോലിക്കാരെ മാത്രമല്ല പലിശ കണക്കെഴുതേണ്ടി വരുന്നു. പിന്നെ ആരൊക്കെ ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, വില്ലേജ് ഓഫീസർ. ഈ മതേതര രാജ്യത്ത് ഇവര് പറയുന്ന മതവൽക്കരണമാണിത്. പലിശ എഴുതുക, കൊടുക്കുക, വാങ്ങുക, തിന്നുക, തീറ്റിക്കുക, സാക്ഷിയാകുക, ഇതെല്ലാം മതപരമായി നോക്കുമ്പോൾ തെറ്റാണ്. പഞ്ചായത്ത് സെക്രട്ടറി ആർക്കാ പലിശയുടെ കണക്ക് എഴുതാതെ ഉദ്യോഗം സ്വീകരിക്കാൻ പറ്റുക? പലിശ ചുമത്താൻ ബാധ്യസ്ഥ വില്ലേജ് ഓഫീസർ. ടാക്സ് അടക്കാത്ത ആൾക്ക് പലിശ ചുമത്തണം. പഞ്ചായത്ത് സെക്രട്ടറി വീട് നിധി അടച്ചില്ലെങ്കിൽ പലിശ ചുമത്തണം. പലിശ ചുമത്താനോ പലിശ ഈടാക്കാനോ ബാധ്യസ്ഥരായവരാണ് ഈ രാജ്യത്തെ ഒട്ടുമിക്ക സർക്കാർ ഉദ്യോഗസ്ഥരും. ഏതാണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും പലിശയുടെ കണക്കെഴുതാൻ ബാധ്യസ്ഥരാണ്. അത് ഈ രാജ്യത്തിന് അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമികളാണ് വ്യവസ്ഥ മാറണം. അപ്പോഴേ ജനം നന്നാവുള്ളൂ. ഈ വ്യവസ്ഥ പലിശാധിഷ്ഠ വ്യവസ്ഥയാണ്. പലിശാധിഷ്ഠ വ്യവസ്ഥ നിങ്ങൾക്കറിയോ? 36 രൂപ വിലയുള്ള പെട്രോള് 100 രൂപ. അതെന്തൊക്കെ ഉണ്ടെന്നറിയോ? ടാക്സ് ഉണ്ട്, മറ്റവൻ്റെ പലിശയുണ്ട്. എൻ്റെ ഈ ഷർട്ട് ഗുജറാത്തിലെ കർഷകൻ കൃഷി ചെയ്തു, ആൾ വാങ്ങി ബാങ്കിൽ നിന്ന് പലിശക്ക് കടം 6% ഷർട്ടില്. അത് അവിടുന്ന് കൊണ്ടുപോയി ബോംബെയിലെ ട്രക്ക് മുതലാളി കൊണ്ടുപോയി ആ ട്രക്ക് മുതലാളി 15% കുപ്പായത്തിൽ. ബാങ്ക് ആ വ്യവസായി വാങ്ങിയ കോടിക്കണക്കിന് രൂപ അതിൻ്റെ 15% ഷർട്ടിലാ. അവിടുന്ന് കോഴിക്കോട്ട് കൊണ്ടുവന്ന ലോറി ഉടമയുടെ പലിശൻ്റെ ഷർട്ടിലാ. അവിടുന്ന് അത് മഞ്ചേരി കൊണ്ടുവന്ന കച്ചവടക്കാരൻ്റെ പലിശ എൻ്റെ ഷർട്ടിലാ. മഞ്ചേരി തുണിക്കടക്കാരൻ്റെ പലിശ എൻ്റെ ഷർട്ടിലാ. അവസാനം ടൈലർ മെഷീൻ്റെ പലിശ എൻ്റെ ഷർട്ടിലാ. മനസ്സിലായി? അതായത് ഇവിടെ ഒരു കാലത്ത് ഇലക്ഷൻ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്, ഇനി ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തന്നെയും വോട്ട് ചെയ്യരുത്, ഗവൺമെന്റിന്റെ കീഴിൽ നിങ്ങൾ ജോലി ചെയ്യരുത്, അത് ഷിർക്കാണ് എന്ന് പഠിപ്പിച്ചവരാണ് ഇവര്. ഏത് രൂപത്തിലാണ് ഇവർ ഈ ഇന്ത്യയിൽ ഈ രൂപത്തിൽ പ്രസംഗിക്കുന്നത്? ഇന്ത്യയെ മതരാജ്യമാക്കി മാറ്റാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇവര്. ഇത് മനസ്സിലാക്കാത്ത ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഇവരോടൊപ്പം തന്നെയുണ്ട്. ഇന്ത്യയെ പേടിയില്ല എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞ സമയത്ത് നരേന്ദ്രമോദി കൂളായിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞു, ബാലാക്കോട്ടൊന്ന് ഓർക്കണേ, പേടി തന്നെ വന്നോളുമെന്ന്. ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാ.
മോദിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ വീണ്ടും വിവാദ പ്രസ്താവനയുമായി പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ BJPയെയും RSSനെയും തനിക്ക് ഭയമില്ലെന്നും 2 ദിവസം മുമ്പ് താൻ പറഞ്ഞത് ചരിത്രമാണെന്നും ചരിത്രം മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും ബിലാവൽ പറയുന്നു. ന്യൂയോർക്കിൽ പാക് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബിലാവൽ ഭൂട്ടോ. ഇന്ത്യയിൽ തനിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പാകിസ്ഥാനെ ഭയപ്പെടുത്തുകയാണ് ഈ പ്രതിഷേധങ്ങളുടെ ലക്ഷ്യമെന്നും എന്നാൽ അത് നടക്കില്ലെന്നും ബിലാവൽ പറയുന്നു. ഇന്ത്യയിൽ മുസ്ലിങ്ങളോടുള്ള വിവേചനത്തിനും വിദ്വേഷത്തിനുമെതിരെ താൻ ശബ്ദിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ വിദ്വേഷത്തിനും വിവേചനത്തിനുമെതിരെ പ്രതിഷേധിക്കുന്നതിന് പകരം ശബ്ദമുയർത്തുന്നതാണ് നല്ലതെന്നും ബിലാവൽ പറയുന്നു. ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയാണ് ബിലാവൽ ഭൂട്ടോ അപകീർത്തികരമായ പരാമർശം നടത്തുന്നത്. പ്രസ്താവനയെ അപലപിച്ച് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുമ്പിൽ BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതിന്റെ 50 വർഷം തികയുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായ ബിലാവലിന്റെ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിച്ച പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയെ ശക്തമായി അപലപിച്ച് കോൺഗ്രസ് നേതാവും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഘവൽ വരെ രംഗത്തുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏത് രാജ്യത്തുള്ള ആളുകൾ പറഞ്ഞാലും ശരി, നമ്മൾ ആ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പമല്ലേ നിൽക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില തൽപര കക്ഷികൾ മാത്രം രാജ്യത്തിന്റെ അന്തസത്തയ്ക്ക് ഒരുമിച്ച് ഒരിക്കലും നിൽക്കില്ല. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് അന്നേരം മോദി വിരോധമാണ്. മാലിയിലെ വിഷയവും കൂടി ചേർത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാകും. കാരണം മാലദ്വീപ് മുഹമ്മദ് മൊയ്സു ഇന്ത്യയെ ആക്ഷേപിച്ച് നരേന്ദ്രമോദിയെ പരിഹസിച്ച് സംസാരിച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. നമ്മുടെ നാട്ടിലെ എത്ര രാജ്യത്തിന്റെ പ്രതിപക്ഷം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ മറ്റൊരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച്, അന്ന് നരേന്ദ്രമോദി അല്ല പ്രധാനമന്ത്രി, പറഞ്ഞ സമയത്ത് കൃത്യമായ രൂപത്തിൽ മറുപടി കൊടുക്കുകയാണ്. വളരെ വൈകാരികമായി സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത്. ഇന്ത്യയെ വിഭജിക്കുന്നതുവരെ നമ്മൾ പ്രക്ഷോഭം തുടരണം എന്ന് ഒരു പ്രാസംഗികൻ. को हम रद्द करने के चक्कर में है। इंशाअल्लाह आपकी दुआओं से हमारे बहुत सारे ऐसे लोग जो फील्ड में उतरे हुए हैं और जो इस फिक्र में है कि न तो NPR लागू हो न NRC लागू, लेकिन कभी भी इन गद्दारों के सामने हम नहीं झुकेंगे। हम कल भी नहीं झुके थे, आज भी नहीं झुकेंगे। हम डरते हैं तो अल्लाह से डरते हैं, तुम जैसे शराबियों से नहीं डरते। ഇന്ത്യ വിഭജിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരണം. നമ്മുടെ ലക്ഷ്യം അതല്ലേ? ഇന്ത്യയെ മതവൽക്കരിക്കുക, മതരാഷ്ട്രമാക്കി മാറ്റുക, അമുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുക. ഓരോ സൈഡിൽ നിന്നും ഈ രാജ്യത്തെ മതവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ടകൾ ഇവർ തുടങ്ങിയിട്ടുണ്ട്. ഈ അജണ്ടകളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. യൂറോപ്പിൽ എന്താ നടക്കുന്നത്? മുസ്ലിങ്ങളെ വലിച്ചു കയറ്റിയിട്ട് ഇന്ന് ഇവരെ അടിച്ചോടിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുക. ചക്കയിറക്കിൽ ഈച്ചയൊട്ടിയതുപോലെ ഇവരാ രാജ്യത്തൊട്ടിപ്പിടിച്ചു. രക്ഷയില്ല. ഇതുപോലെ ഒരവസ്ഥ ഈ സ്വതന്ത്ര ഭാരതത്തിനും വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. നന്ദി. ശുഭരാത്രി.